ഉദ്ദേശിക്കുന്നത്, നിന്റെ നന്മയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. മാ വജത്ത അലൈഹി മുതഖദ്ദിമീ അഹ്ലൽ മദീന, മദീനയിലെ മുൻഗാമികളെ നിങ്ങൾ എങ്ങനെയാണോ കണ്ട് മനസ്സിലാക്കിയത്, ഫലാ യദ്ഖുൽ ഖൽബക ശക്കുൻ അന്നഹുൽ ഹഖ്, ഒരിക്കലും തന്നെ മദീനയിലെ മുൻഗാമികൾ ചെയ്തതിനെതിരായി ഒരിക്കലും നിന്റെ മനസ്സിലൊരു സംശയം വന്നു പോകരുത് മോനെ. മദീനയിലെ മുൻഗാമികൾ എന്താണോ ചെയ്തത് അതായിരിക്കും ഹഖ് എന്നതിൽ നിനക്ക് സംശയം വന്നു പോകരുത് മോനെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം, സഹോദരന്മാരെ, മുൻഗാമികളെ വിട്ടുകൊണ്ടൊരു ദീനില്ല. മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ ദീന് പിൻഗാമികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. മുൻഗാമികളെ ഇൽമാണ് ഇൽമ്, മുൻഗാമികൾ പഠിപ്പിച്ചതാണ് ദീന്. പുതുതായിട്ട് ഏതെങ്കിലും കക്ഷികൾ വന്ന് പുതിയത് പറയുമ്പോൾ അതിന്റെ പിന്നാലെ ഹഖിന്റെ ആൾക്കാരൊരിക്കലും പോകാൻ നിവൃത്തിയില്ല. ഇരിക്കട്ടെ, അത് തന്നെയല്ലേ കാന അസഹ ഇൽമ മൻ തഖദ്ദമ. അൽഫീൽ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതല്ലേ മുൻഗാമികളുടെ ഇൽമിന്റെ മഹത്വം എത്രയാണ്, മുൻഗാമികളായ ആളുകളുടെ ബഹുമാനം എത്രയാണ്. ആ മുൻഗാമികളെ വിട്ടുകൊണ്ട് ഒരിക്കലും ഹക്കുണ്ടാകുമെന്ന് നീ കരുതരുതെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രത്യേകം ഉപദേശം നൽകുകയാണ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ബഹുമാനപ്പെട്ടവർക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായി പോയി. മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് വരെ മദീനയിൽ കൂടിയ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പിന്നീട് ഒരു ജോലി ആവശ്യാർത്ഥം യമനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ജീവിതത്തിന് വകുപ്പില്ലാത്ത കാരണം കൊണ്ട് യമനിലെ ഗവർണർ വിളിച്ചതനുസരിച്ച് ബഹുമാനപ്പെട്ടവർ അവിടെ ജോലിക്ക് പോയി. അവിടെ പോയി ജോലി നോക്കുന്ന സമയത്ത് അവിടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതിന്റെ കാര്യങ്ങൾക്ക് ഖളാ നടത്താൻ, വിധി കൽപ്പിക്കാൻ ജഡ്ജിയായോ മറ്റോ ഉള്ള ജോലിയാണ്. ആ ജോലി കിട്ടിയപ്പോ ചുരുങ്ങിയ സമയം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു യമനിൽ ഖാദിയായി നിന്നു. ആ ഖാദി എന്ന തസ്തികയിൽ ബഹുമാനപ്പെട്ടവർ നിന്നപ്പോ മഹാനവറുകളെ സംബന്ധിച്ച് ലോകമൊട്ടാകെ പ്രശസ്തമായി പോയി. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഗവർണർക്കും ഗവൺമെന്റിനും എല്ലാവർക്കും പറയാനുള്ളത്, ഇത്ര നന്നായി കാര്യം ഗ്രഹിച്ച് വിധിക്കുന്ന ഒരു ജഡ്ജി, ഇത്രയും നന്നായി പെരുമാറുന്ന ഒരു ഖാദി, ഇത്രയും ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു ഖാദി എന്ന നിലക്ക് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വലിയ ബഹുമാനം, എല്ലാവരുടെ അടുക്കലും അംഗീകാരം ലഭിച്ചു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, എന്റെ ഉമ്മ എന്നെ സംരക്ഷിക്കാൻ ആവശ്യമായതൊന്നും തരാൻ എന്റെ ഉമ്മയുടെ കയ്യിലില്ലാത്ത സമയത്ത് ഉമ്മ സ്വന്തം വീട് പണയം വെച്ചു. എന്നിട്ട് ഉമ്മ ഉമ്മയുടെ കൂടെ എന്നെ ചുമന്നു. പിന്നീട് എനിക്കൊരു ജോലി കിട്ടി, ഖാദിയായി ജോലി കിട്ടി. ഫഹുമിത്തു ഫീഹി ഫസാദനി. എന്റെ ജോലിയിൽ, എന്റെ കൃത്യനിർവഹണത്തിൽ ഞാൻ വളരെ നന്നായി എന്റെ കൃത്യനിർവഹണം നടത്തിയതിനാൽ ഫസാദനി, അതേ അവിടുത്തെ മാനേജ്മെന്റ് ഗവൺമെന്റ് ആണല്ലോ, ആ ഗവൺമെന്റ് എനിക്ക് നേരത്തെ ഉള്ള തുകയേക്കാൾ വലിയ തുക കൂടുതൽ എനിക്ക് അനുവദിച്ചു തന്നു എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരേ ജോലിയിൽ തന്നെ നിർത്തപ്പെട്ട വ്യക്തികൾ ജോലിയിൽ വളരെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ലവരാണ് എന്നതിന്റെ തെളിവാണ്. ജോലി എടുക്കുന്ന ആളുകൾ അവർ ഏറ്റവും ആത്മാർത്ഥത കാണിക്കുകയും അവരുടെ സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ സമയം ജോലിയിൽ അവർ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചു നിൽക്കുകയും ചെയ്യുക എന്നത് സാലിഹീങ്ങളുടെ ലക്ഷണമാണ്, നല്ലവരുടെ ലക്ഷണമാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കണം എന്നതിനും ഈ ചരിത്രം തെളിവാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കുറച്ചു കാലം അവിടെ, കുറഞ്ഞ സമയം അവിടെ നിന്നു. പക്ഷേ അതിനുശേഷം മക്കയിലേക്ക് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വന്നപ്പോ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഖദ് ബലഗനി ഹുസ്നു മൻ തസറ അൻക, നിന്നെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രവർത്തനത്തിൽ, ജോലിയിൽ വളരെ ആത്മാർത്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും
നിങ്ങൾ വളരെ നിഷ്പക്ഷമായി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കാര്യം പഠിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ എന്നും അങ്ങനെ തുടങ്ങി നിങ്ങളെ സംബന്ധിച്ച് നല്ല അഭിപ്രായം എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് ലോകമൊട്ടാകെ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾക്ക് നല്ല അഭിപ്രായം ജനങ്ങളിൽ നിന്ന് കിട്ടി, നിങ്ങൾക്ക് സമ്മാനവും കിട്ടി, നിങ്ങൾക്ക് ആ തൊഴിലും കിട്ടി, ശരിയാണ്. പക്ഷേ ഫലാ തൗദ്, മോനെ ഇനിമേലിൽ ആ ജോലിക്ക് പോകരുത് കേട്ടോ. ഉസ്താദിന്റെ വസിയ്യത്താണ്, ഇനി മോനാ ജോലിക്ക് പോകണ്ട. എന്താ കാരണം ഇവിടെ ഒരു ജോലിയും എടുത്ത് മുന്നോട്ട് പോകേണ്ട ആളല്ല നിങ്ങൾ സമുദായത്തിന് ആവശ്യമുള്ള ആളാണ്, സമൂഹത്തിന് ആവശ്യമുള്ള ആളാണ്. ഒരു ജോലി ഏറ്റെടുത്തിട്ട് അതിന്റെ ശമ്പളവും വാങ്ങിപ്പോയാ പോരാ. ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇൽമ് എത്തിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു ഡ്യൂട്ടി അല്ലാഹു അങ്ങേക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജോലിയും ഏറ്റെടുത്ത് അവിടെ കൂടിയാൽ പറ്റില്ല. നിങ്ങൾ ആ ജോലിയിൽ നിന്ന് രാജിവെച്ച് വരികയാണ് വേണ്ടതെന്ന് മഹാനായ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ ഉപദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ അതോടുകൂടെ ജോലി നിർത്തി. മഹാനവറുകൾക്ക് പിന്നീട് ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു ഇൽമിന്റെ രംഗത്തും പല സ്ഥാനങ്ങളും കൊടുത്തു. യമനിൽ തന്നെ കുറച്ചു കാലം വളരെ സ്ഥാനം ലഭിച്ചു കഴിഞ്ഞപ്പോ കുറച്ച് ആളുകൾക്ക് അസൂയയും മറ്റുമൊക്കെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോടുണ്ടായി. അത് ആലിമി